വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതക കേസിലെ പുതിയ വെളിപ്പെടുത്തലുകൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അടിയന്തര നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. കൊലപാതകങ്ങൾ സിപിഎം നേതൃത്വത്തിന്റെ അറിവോടെയായിരുന്നുവെന്ന് സിപിഎം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വെളിപ്പെടുത്തിയിരുന്നു. ഇത് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കേസ് വിചാരണാഘട്ടത്തിൽ ആണെന്നും അടിയന്തര പ്രമേയം അനുവദിക്കാനാവില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിറങ്ങി ബഹളം വച്ചു. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, അടിയന്തര പ്രമേയമായി ഈ വിഷയം അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പ്രതിപക്ഷം. അത് അനുവദിച്ചില്ല. എന്താണ് ഭരണപക്ഷം ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം? അടിയന്തര പ്രമേയ നോട്ടീസ് പോലും പരിഗണിക്കാതെ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ നോട്ടീസ് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ സ്പീക്കർ അത് തടഞ്ഞു. നേരത്തെ പലതവണ സഭയിൽ ചർച്ച ചെയ്ത വിഷയമാണ്. മാത്രമല്ല, കോടതികളുടെ പരിഗണനയിരിക്കുന്ന വിഷയമാണ്. ഇത് ചർച്ച ചെയ്യാനാകില്ല, അത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്നാണ് സ്പീക്കർ എം രാജേഷ് നിലപാടെടുത്തത്. തുടർന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു. ഇതിനു മുമ്പും ഇത്തരം വിഷയങ്ങളിൽ പലതവണ സഭയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പുതിയ വെളിപ്പെടുത്തലാണ്, നേരത്തെയുള്ള കേസല്ല, അതിന്റെ പുതിയ വെളിപ്പെടുത്തൽ സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. അത് രാഷ്ട്രീയ കൊലപാതകമല്ല, സിപിഎം തന്നെ ആസൂത്രണം ചെയ്ത് അവരുടെ അറിവോടുകൂടി നിർത്തിയ കൊലപാതകമെന്ന വെളിപ്പെടുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യണം. അതിൽ ചട്ടവിരുദ്ധമായി ഒന്നുമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വാദിച്ചു. സമീപ ദിവസങ്ങളിലാണ് വെളിപ്പെടുത്തലുണ്ടായത്. ഈ സാഹചര്യത്തിൽ അനുമതി നൽകണം, ഇതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ സ്പീക്കർ അതിന് വഴങ്ങിയില്ല. വളരെ ഉദാരമായ സമീപനമാണ് പ്രതിപക്ഷത്തോട് താൻ സ്വീകരിക്കുന്നതെന്ന് എം രാജേഷ് പറഞ്ഞു. പക്ഷേ ഈ വിഷയം അനുവദിക്കാനാകില്ല നിലപാട് അദ്ദേഹം ഉറച്ചു നിന്നു. തുടർന്ന് പ്രതിപക്ഷം ഏറെ നേരം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. ഭരണപക്ഷ അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളുമായി ഇതിനിടയിൽ വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു. ഒരു വിഷയം സഭയിൽ അവതരിപ്പിക്കുമ്പോൾ, അതും പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ട വിഷയം അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഇത്തരം തീരുമാനങ്ങൾ ശരിയല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു. അതിന് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകുകയും ചെയ്തു. നടുത്തളത്തിൽ പ്രതിപക്ഷം എങ്ങനെ പെരുമാറണമെന്ന് ഉപദേശിക്കാൻ യോഗ്യനായ ആൾ, അത് ഏറ്റവും യോഗ്യനായ, ക്ലാസ് എടുക്കാൻ ഏറ്റവും യോഗ്യനായ ആൾ ശിവൻകുട്ടിയാണ് എന്ന് അത് ഞങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് ശിവൻകുട്ടിയെയും പ്രതിപക്ഷ നേതാവ് പരിഹസിക്കുകയും ചെയ്തു. തന്നെ ഗുരുതുലിനെ കാണുന്നതിന് നന്ദി എന്നായിരുന്നു ശിവൻകുട്ടിയുടെ മറുപടി. ഏതായാലും വാക്കുതർക്കങ്ങൾക്കിടയിൽ ഒടുവിൽ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ വിഷയം നോട്ടീസ് ആയി അവതരിപ്പിക്കാൻ പോലും സർക്കാർ അനുമതി നൽകിയില്ല. ഇപ്പോൾ സഭ മറ്റു നടപടികളിലേക്ക്, ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടന്നിരിക്കുകയാണ്. രഞ്ജിത്ത്, വി അരുണാണ് വിവരങ്ങൾ